പിന്നെ ചൂടല്ലേ? വെയില് വന്നാ ഭയങ്കര ചൂട്, മഴ വന്നാ ഭയങ്കര മഴയും വെള്ളം. വിശപ്പാണ്, ഒടുക്കത്തെ വിശപ്പ്. ഉച്ചമല്ലേ, ഭയങ്കര വിശപ്പാടാ. മഴയുടെയാ, നല്ല ചുമ്മാ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവിടുത്തെ കളക്ടറാണ്. നിങ്ങള് നിങ്ങൾ ഒന്നിച്ച് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവനടുത്ത് ഞാൻ യുകെക്ക് പോകുന്ന പറയുന്നുണ്ടല്ലോ. പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞു. ഒരുമിച്ച് ഇന്റർവ്യൂവിന് പോയത്. സായിപ്പ് ഞങ്ങളെ ഒരുമിച്ച് നിർത്തിയപ്പോ അവൻ എന്നെക്കാളും കുറച്ച് ഗ്ലാമർ കുറവാണ്. മെഷീൻ പൊക്കം ഇല്ലാത്തവനാണ് അവന് ജോലി കിട്ടിയത്. പൊക്കമില്ലാത്തവരായിരിക്കും. അവിടെ കൊണ്ടിരിക്കുന്ന കുണിച്ചു ചേർത്ത്. നല്ല ഊറായിട്ടാ വരുന്നുണ്ട്. അവനെ വരട്ടെ, ഞാൻ ഒന്നും മിണ്ടത്തില്ല. നീ സംസാരിച്ചാൽ മതി. പണ്ടത്തെ പരിപാടി അറിഞ്ഞില്ലായിരുന്നു ഞാൻ യു കെ പറഞ്ഞു. ചില ദിവസം രണ്ടും കൂടെ വരണം. പെട്ടിയൊക്കെ തൂക്കേണ്ട പെട്ടിയൊക്കെ പുറത്തൊക്കെ യു കെ ഓക്കെ. രണ്ടും കൂടെ തലവൊക്കെ കാണണം. ഓക്കെ അല്ലേ? അവന്റെ വണ്ടിയുടെ ടയറുണ്ടല്ലോ, കൊതു കുത്തിയോ പൊട്ടി അതുപോലെ അവന്റെ ആകാരം പോയി രക്ഷപ്പെട്ടു. അങ്ങനെ അവനും പോയി രക്ഷപ്പെട്ടു. അവന്റെ അവിടെ പോയി രക്ഷപ്പെടും. പെണ്ണ് കിട്ടും, സുഖമായിട്ട് ജീവിക്കും. അവനെ തിരിച്ചു വരാമെന്ന് തോന്നി. നമ്മൾ രണ്ട് മാത്രമല്ലേ ഇവിടെ പെണ്ണ്, ബാക്കി എല്ലാരും പെണ്ണ് കിട്ടി. നമ്മളൊക്കെ എന്ന് പെണ്ണ് കിട്ടി. ഒരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു. എന്റെ കല്യാണമൊക്കെ ഏകദേശം സെറ്റ് ആയിരിക്കും. ഞാൻ പറയാം, അവളെന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ സമയടാ, കെട്ട് കേട്ടോ, നന്നായി വരും. അത്തരം പെണ്ണ് കിട്ടി. ഇവിടെ ഉള്ളവരൊക്കെ പോയില്ലേ? യൂക്കേക്ക് പോയി. അലക്സ് അറിയാൻ എനിക്ക് മെസ്സേജ് ഏറ്റവും കല്യാണം 2 സെറ്റായെന്ന് പറഞ്ഞ ഫോൺ വിളിക്കാൻ കഴിയുന്നു. ഓക്കെ, ആദ്യത്തെ 6 മാസം ഉള്ളു കല്യാണം കഴിഞ്ഞു. പിന്നെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുന്നത്. ഇപ്പോഴൊന്നും കല്യാണം കഴിക്കണം. എനിക്ക് 30 വയസ്സ് കല്യാണം വലിച്ച ആസ്വദിക്കണം. എനിക്ക് ഒരു ചെറിയ ഗേൾഫ്രണ്ട് പരിപാടിയൊക്കെ ഉണ്ട് അവിടെ എറണാകുളത്ത്. ചേട്ടയൊക്കെ കൂടെ നാളായില്ലേ, ജീവിതം മരിച്ച് ആസ്വദിക്കുന്നത്. നീ ഒന്ന് ചുരുക്കി ആസ്വദിക്കും. ശരിയാണ്, കാണാം. ആരെങ്കിലും ഇവിടെ വന്നിരിക്കാൻ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോണം. നീ എടാ വന്നിരിക്കണ സംസാരിക്കാൻ വേണ. നീ റിച്ചുവിന്റെ മോനല്ലേ? നീ അങ്ങനെ തന്നെ വരുള്ളൂ. എന്റെ ഭഗവതിയെ